ഇന്ന് ചെയ്യുന്നത് ക്രിസ്മസ് കേക്കാണ്. ക്രിസ്മസിന്റെ പ്ലം കേക്ക് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതായിരുന്നു നോക്കാം. പ്ലം കേക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. വീട്ടിൽ ചെയ്യുന്ന കേൾക്കാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മൈക്രോവേവ് ഇല്ലെന്നോർത്താരും പേടിക്കണ്ട. ഒരു തെറ്റായ ധാരണ നമ്മളിലോട്ടൊന്ന് മൈക്രോവേവ് ഉണ്ടെങ്കിൽ മാത്രമേ കേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല, ആർക്കും ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ കൂടുതലൊക്കെ ചെയ്യുന്ന കേക്കുകളെല്ലാം മൈക്രോവേവ് ഇല്ലാതെ ചെയ്യുന്ന സാധാരണ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. തീർച്ചയായിട്ടും 100% ഗ്യാരൻറ്റീഡ് ഈ കേക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കുവാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടി ഒരു 3 കപ്പ് മൈദ ഇടുന്നുണ്ട് ഞാൻ. അതിലോട്ടൊക്കെ 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിത് പല തവണ ഒന്ന് അരിച്ചു കൊടുക്കണം. 2-3-4 തവണ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ബൗളിന് മേലിൽ ഞാൻ ഈ അരിപ്പ് വെച്ചിരിക്കുന്നത്. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്കിലോട്ട് എല്ലായിടത്തോട്ടും മൈദയും ബേക്കിംഗ് പൗഡറും ഒരേ കണക്കായി കിട്ടും. ഈ ഗ്ലാസ് ബൗളിലോട്ടൊക്കെ ഒരു 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഞാൻ. ഇത് ബീറ്റ് എടുക്കാം നന്നായിട്ട്. മിക്സിയുടെ ജാറിനകത്താണിലോട്ട് നന്നായിട്ട് മുട്ട പതപ്പിച്ചെടുത്താൽ മതി. ഒത്തിരി പതയ്ക്കണ്ട. കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ കേക്കിന് ഞാൻ വേണ്ടി ഒരു 1.5 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചളവാണ് 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായിട്ടുണ്ട്. ഇത്രയൊക്കെ മതി ബീറ്റ് ചെയ്തെടുത്തത്. വേറെ ബൗളിലോട്ട് ബട്ടർ ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഈ ബട്ടറിന് വെച്ചത് ഇതിനകത്ത് ഉപ്പ് ചേർന്നിട്ടില്ല, സാധാ ബട്ടറാണ്, സാൾട്ടഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ ബട്ടർ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഉണ്ട്. ഇതും ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് വേണം ചെയ്യാം. ഇപ്പോൾ ബട്ടർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് സാധാ റൂം ടെമ്പറേച്ചർ അല്ല കേട്ടോ, നോർമൽ ടെമ്പറേച്ചറിലാണ്. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുവാണ് ഞാനിവിടെ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അത് എല്ലായിടും പഞ്ചസാര നന്നായിട്ട് ആഡായി വരണം. ഫുള്ള് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ബീറ്റ് മിക്സഡ് ജാറിലോട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ആയാലോട്ടേക്ക് ഒരു 2 കപ്പ് പാൽ ആഡ് ചെയ്യുവാണ് ഞാൻ. പാലിപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ മിക്സർ നേരെ മുട്ടയ്ക്കകത്ത് ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യുകയോ ചെയ്യുക. ഇപ്പം ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സർ ഒന്ന് ലൂസാവും. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ടൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച മുട്ടയുടെ ആ മിക്സറിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ജാറിനകത്തോട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയോ ചെയ്യുക. ബാക്കിയുള്ള പാൽ ഇവിടെ ഞാൻ മൊത്തം എടുത്ത് 1/2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ടായിരുന്നു. പാൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ അരിച്ച് വെച്ചത് മൈദയാണിത്. മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ബീറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം പോലും മൈദയുടെ തരി ഉണ്ടാകാൻ പാടില്ല. അത് ശ്രദ്ധിച്ചോണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇത് ഹാൻഡ് ബീറ്റർ ആണല്ലോ. മൈദ ഫുള്ളായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തിനാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആഡ് ചെയ്ത് പാറ്റർ ചിലപ്പോൾ നമ്മൾ മൈദ ആഡ് ചെയ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് തികഞ്ഞില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന കണക്കിന് അത് എന്തോരം ലൂസ് വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പാല്. അല്പം പോലും തരിപ്പുണ്ടാവില്ല. ബാറ്ററിലാണ് കേക്കിൻ്റെ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കണം അത്രമാത്രം സ്മൂത്തായിരിക്കും നമ്മുടെ കേക്ക്. ഇപ്പോൾ ഇവിടെ എല്ലായിടും ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഞാൻ ബീറ്റ് എടുത്തിട്ടുണ്ട്. മൈദ ബാക്കിയും കൂടെ കുറച്ചും കൂടെ പാൽ അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്യുക കേക്കിനായിട്ട്. മാക്സിമം 1.5 ടീസ്പൂൺ. ഒത്തിരി നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വിടുക. ശേഷം ഇത് ഞാനിപ്പോൾ ഗ്രേറ്റഡ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണ്. നന്നായിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കി വേണമെങ്കിലും ഓറഞ്ചിൻ്റെ തൊലി ആഡ് ചെയ്യാം. പ്ലം കേക്കിൻ്റെയൊക്കെ എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഓറഞ്ച് തൊലിയെ. ഇതിലോട്ടേക്ക് ഇപ്പോൾ ഒരു 2 ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കൂടെ പൊടിച്ചതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്കിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പ്ലം കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു 4 ടീസ്പൂണോളം കാരമൽ സിറപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരമൽ സിറപ്പിൻ്റെ വീഡിയോയെ. 4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുക. ഒത്തിരി കയ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ആഡ് ചെയ്യുക. അല്ല കേക്കിന് കയ്പുണ്ടാവും.
അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് നമ്മുടെ കേക്കിന് ഒരു ബ്രൗൺ കളർ കിട്ടാനാണ് കാരമൽ സിറപ്പ് ആഡ് ചെയ്യുന്നത്, അറിയാമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കളറ്. അതായത് നല്ലൊരു ആ ഒരു ബ്രൗണിഷ് കളറിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത്. ഇതിപ്പോഴത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ബ്രാൻഡിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബ്രാൻഡി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിതിനകത്ത് ഈ ബ്രാൻഡി ഇപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രാൻഡി ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രേപ്പ് ജ്യൂസിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേപ്പ് വൈനിലാണല്ലോ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ബ്രാൻഡി ഇട്ടാൽ കുറച്ചും കൂടെ നാൾ ചീത്തയാകാതിരിക്കുകയും കേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് എപ്പോഴും കുറച്ച് വെറ്റായിട്ടിരിക്കും, അറിയാമല്ലോ. അതിന് ഒരു സ്മൂത്തി ടെക്സ്ചർ ഉണ്ടാകും എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയാണ് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുന്നത്. ഓപ്ഷനിലാണ്. ഇപ്പോൾ നമ്മൾ പ്ലം കേക്കിനൊന്നും ആഡ് ചെയ്യലും കുഴപ്പമില്ല. കേക്ക് പാൻ തയ്യാറാക്കാനായിട്ട് സാധാരണ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ പാനിലോട്ടേക്ക് വെണ്ണയോ നെയ്യോ തടവി കൊടുക്കുക. ശേഷം അതിനകത്തോട്ടേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ, ഒരു ടേബിൾ സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ കണക്കാക്കി നിങ്ങൾ നിൽക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും, നന്നായിട്ട് തട്ടി വിടുക. അതിൻ്റെ ചുറ്റുവട്ടവും എല്ലായിടും നന്നായിട്ട് മൈദ പുരട്ടി വിടണം. അപ്പോൾ കേക്ക് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല എങ്ങും. ഒരു ട്രേസിംഗ് പേപ്പറും കൂടെ അതിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. ട്രേസിംഗ് പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ പേപ്പറോ. പാതി മാത്രമേ ബാറ്റർ എപ്പോഴും ഒഴിക്കാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായ ടൈമിന് പൊന്തി പുറത്ത് വരും. നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിനകത്ത് കുറച്ച് ഉപ്പിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിനകത്തോടൊക്കെ ഞാൻ കേക്ക് ഇറക്കി വെക്കാൻ പോവാണ്. ഒത്തിരി പറഞ്ഞ് ദീപിപ്പിക്കുന്നില്ല. മറ്റുള്ള കേക്ക് വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള സ്പോഞ്ചി കേക്കിൻ്റെയും പഴം കേക്കിൻ്റെയൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് അതുകൊണ്ടാണ് പറഞ്ഞ് ഒത്തിരി ദീപിപ്പിക്കാത്തത്. ഇതിനോട്ടേക്ക് നമ്മളിതിങ്ങനെ തന്നെ ഇറക്കി വെക്കുക. ഇപ്പം ഞാൻ നേരിട്ടുള്ള ഇതിനകത്ത് ഒരു ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യുന്നില്ല. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. 45 മിനിറ്റാണ് ബേക്ക് ടൈം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ബേക്കായി വന്നിട്ടുണ്ട്. ഒത്തിരി ടൈം നമുക്കിങ്ങനെ കേക്ക് നമുക്ക് തുറന്ന് വെക്കാൻ പറ്റില്ല. ഇതിന് മേലോട്ടേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. സാധാരണയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ ബാറ്ററി ചേർക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ബാറ്ററി ചേർത്ത് താഴെപ്പം അടിഞ്ഞിട്ട് കരിയും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ മേളിൽ ജസ്റ്റ് ഒന്ന് മേളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പം 45 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. നമുക്ക് കേക്ക് വെന്തോന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കും ഉണ്ടോ, ചെറിയ കമ്പി എന്തെങ്കിലും കൂടെ നോക്കുമ്പോൾ ഇതിനകം ഇങ്ങനെ ക്ലീനാണ്, പച്ചമാവൊന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം നമ്മുടെ കേക്ക് ഇപ്പോഴത്തേക്ക് സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക. പറഞ്ഞ കാര്യം എപ്പോഴും പറഞ്ഞ കണക്ക് മറക്കണ്ട, ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണുമെന്നല്ലേ പറയാം, ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്, മീഡിയം ഫ്ലെയിമിലല്ല ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ കേക്ക് ഈ പാനി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ മുകളിലോട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് നേരെ ഇതിലോട്ടേക്ക് തിരിച്ചിടുന്നതിന് മുമ്പ് കേക്കിൻ്റെ ചുറ്റും ഒരു കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് കീറി വിടുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ പുരട്ടിയിട്ടുള്ളതാണ് മൈദ. എങ്കിൽ പോലും ചില നേരത്തിൽ ചിലപ്പോൾ കേക്ക് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കണക്ക് ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ കേക്ക് അങ്ങനെ ഒന്നും പിടിച്ചിരിക്കില്ല. നമുക്ക് നേരിട്ട് ഇനിയിപ്പോൾ കേക്ക് ഇനിയിപ്പോൾ തിരിച്ച് കമത്താം. ഇപ്പോൾ കണ്ടില്ലേ, എങ്ങനെ തന്നെ കരിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് നേരിട്ടിപ്പോൾ ഉടനെ എടുത്ത് സെർവ് ചെയ്യാൻ പറ്റില്ല, കാരണം ചൂടാണ്. ഇപ്പോൾ ഗ്രില്ല് വെച്ച് കഴിയുമ്പോഴത്തേക്ക് താഴെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ചൂടെല്ലാം പോയി കുറച്ച് നേരം ഇരുന്ന് തണുക്കട്ടെ. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക്. ഇതാണ് നമ്മുടെ പ്ലം കേക്ക്. വളരെ സിമ്പിൾ റെസിപ്പിയാണിത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നല്ല നല്ല ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് കൂടുതൽ ആകർഷകമായുള്ള കേക്ക് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും വീണ്ടും ക്രിസ്മസ് ആശംസിക്കുന്നു.